ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളിപ്പോൾ കണ്ട പോലത്തെ ഒരു സാൻഡാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ബോട്ട് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഇപ്പോൾ കാണാം. ആദ്യമായിട്ട് ഞാനിതുപോലെ കുറച്ച് സ്റ്റിക്കുകൾ ആണ് എടുത്തിട്ടുള്ളത്. അതിന് രണ്ടറ്റത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 സെൻറ്റിമീറ്ററാണ് ഉള്ളത്. ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റിക്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം 2 ഹോൾ ഉണ്ടാക്കി കൊടുക്കണം മിഡിലായിട്ട്. ഹോൾ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് 4 തിരിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മളിത് ഫിക്സ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി തൽക്കാലം നമുക്കൊരു മിഡിലിൽ ഒറ്റൊരു പീസ് മാത്രം ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് നമുക്കത് പറിച്ച് കളയണം. പിന്നെ സെറ്റായതിനു ശേഷം ഇനി അടുത്തൊരു പീസിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം, കുറച്ച് ഒരു ഓവൽ ഷേപ്പിൽ. അത് ഈ കമ്പിയുടെ മിഡിലേക്ക് ഇട്ടതിന് ശേഷം ഈ കമ്പി ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് അനങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഹോൾ ഉണ്ടാക്കാൻ, ടൈറ്റായി നിൽക്കരുത്. ഇനി മുകൾ വശത്ത് നമുക്ക് ഒരു പീസ്, ഒരു 5 സെൻറ്റിമീറ്ററുള്ള ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ നടുവിൽ വെച്ച ആ ഒരു പീസിലും കൂടി ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ മോട്ടറിൻ്റെ പുള്ളി ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന DC മോട്ടർ, ഒരു 5 വോൾട്ട് മോട്ടറാണ്. അപ്പോൾ അതിലൊരു പുള്ളിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൂടെ ഞാൻ അതിൽ നിന്ന് തന്നെ ഇതേ നമ്മുടെ ഈ സ്റ്റിക്ക് തന്നെ കട്ട് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ സെൻറ്ററിലുള്ള ആ ഒരു സ്റ്റേ പറിച്ചിട്ട് താഴെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്താണ്. ഇപ്പോൾ മോട്ടർ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. മോട്ടർ വെച്ചതിൻ്റെ താഴോട്ടുള്ള ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്കിത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം. എന്നതിന് ശേഷം മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കതെടുത്ത് ഒഴിവാക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പീസ് ക്രോസർ ഒട്ടിക്കുകയാണ്. കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടി, ടൈറ്റായി പോകരുത്. ഇനി അധികം വരുന്ന ഭാഗം നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് അവിടെ കട്ട് ചെയ്യുന്നത്. ഇത് മൂവ് ചെയ്യുന്നൊരു ഭാഗം കൊണ്ട് എവിടെയും ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഇനി ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം താഴെ നമ്മളിതുപോലെ ഫിക്സഡ് ആയിട്ട് ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുകളിൽ ഒരു പീസും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാണ്. ഇവിടെ അറ്റം തല കുറച്ച് പരന്ന ഒരു സ്ക്രൂ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മുകൾ വശം ഇത് ഈ കമ്പിയിൽ അങ്ങോട്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടുന്നുണ്ട്. ഒരു 4 ചുറ്റിയിട്ട് ബാക്കിയുള്ള വശം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഈ മുകളിലും കൂടെ ഒരു പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിൻ്റെ അകത്താണ് നമ്മളിതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു സ്വിച്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. സ്വിച്ചൊന്നും കണക്ട് ചെയ്യാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ജോയിൻറ്റിലൊക്കെ ഒന്ന് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോ വളരെ ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ട് 2 ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ബോട്ടിലിന്. അപ്പോൾ നമ്മുടെ ആ ഒരു കമ്പി പുറത്തേക്ക് അതുപോലെ നിൽക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഈ കുപ്പി കട്ട് ചെയ്തിട്ട് ഒരു ഡോറ് പോലെ തുറന്നു വെച്ചതേ ഉള്ളൂ, നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. അവിടെ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാക്കിയിട്ട് സ്വിച്ച് അതിലേക്ക് ഇറക്കി വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നു. അതിനുശേഷം ബാറ്ററിയും കൂടെ ഇവിടെ ഒട്ടിച്ചതിന് ശേഷം വയറൊക്കെ നമുക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വായു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്, നമുക്ക് ആവശ്യമില്ല. ഇനി ജസ്റ്റ് ഇൻസുലേഷൻ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കുന്നു. അതിനുശേഷം ഫുള്ളായിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇതിനെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഗം വെക്കുക. അതിനുശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അധികം ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നും നോക്കണ്ട, ഷവർമയൊക്കെ പൊതിയുന്ന പോലെ പൊതിഞ്ഞാൽ മതി. പിന്നെ സ്വിച്ച് ഒന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ.
അതിന് ശേഷം നമ്മൾ ഫെവിക്കോളും അതുപോലെ തന്നെ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ പുറത്തിങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ശരിക്കും ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കോട്ട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒരു നൂല് പോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ ഒട്ടിച്ചു, രണ്ടാമത്തെ ഭാഗം കൂടെ ഒട്ടിക്കുക. ബാക്ക് വശത്ത് വരുമ്പോൾ രണ്ടും കൂടി ഒരേപോലെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിന് കോട്ടിൻ്റെ ഒരു കോളർ വരുന്നൊരു ഭാഗമാണ്, അതും കൂടെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ സാൻഡയുടെ ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റ് കുറച്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് കൈയാണ് കേട്ടോ, അത് അതേ സ്റ്റിക്കിൽ തന്നെ ഞാൻ വെട്ടിയെടുത്താണ്. മുകളിൽ ചെറിയ 2 സ്ക്രൂവും കൂടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ചിട്ട് 2 പീസാക്കി വെട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് ടിഷ്യൂ പേപ്പറിലൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു പീസ് ആദ്യം വെച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട്. കാരണം അത് റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി അതൊരു പരന്നിരിക്കുന്നത് കാരണം ഒരു കൈൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് ആദ്യം ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഗമ്മ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം. നല്ല സ്പീഡിലാണ് വീഡിയോ ഉള്ളത്, കാരണം ലെങ്ത്ത് ഒരുപാട് വർക്കുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പീഡാക്കിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തും ഫെവിക്കോൾ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് തലയാണ് ഉണ്ടാക്കേണ്ടത്. തല സിമ്പിളാണ്. അതായത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇതുപോലെ നമ്മുടെ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്ന പോലെ ഇങ്ങനെ പൊതിഞ്ഞാൽ സംഭവം റെഡിയാണ്, സെറ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ ഫെവിക്കോൾ തേച്ച് കൊടുക്കുന്നു. ഇനി തല ഒട്ടിക്കുമ്പോൾ കുറച്ച് നല്ലോണം ഗമ്മായിക്കോട്ടെ, കാരണം പോയ തലയാണ്. അപ്പോൾ തല നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി 2 പുരികം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലയിൽ ഇതുപോലെ ഒരു കെട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൊപ്പിയുടെ ഒരു എഡ്ജാണ് അത് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മൂക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. എല്ലാം ടിഷ്യൂ പേപ്പർ തന്നെയാണ് കേട്ടോ. ഇനി പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് ഒന്നും ഞാൻ അധികം നിങ്ങളെ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾ നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്നവരായിരിക്കും നിങ്ങളൊക്കെ. അപ്പോൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കളർ കൊടുത്തതെന്ന് അവസാനം നിങ്ങൾ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് ഇത്ര അടിച്ചിട്ടുണ്ട് സിമ്പിളായിട്ട്. ഇനി നമുക്ക് ഫേസിലാണ് അടിക്കാൻ പോകുന്നത്. ഫേസിൽ ഞാൻ ഈ ഒരു കളറാണ് കൊടുക്കുന്നത്. എന്ത് കളറാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഏകദേശം ഒരു മാച്ചുള്ള തോന്നിയൊരു കളറാണ് കൊടുക്കുന്നത്. അത് ഉണങ്ങുമ്പോൾ നമുക്ക് കൈയും കൂടെ ഒന്ന് റെഡാക്കി എടുക്കാം. ഇപ്പോൾ 2 കൈ അവിടെ റെഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ വൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലൊക്കെ റെഡ് പെയിൻ്റ് ആയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ തലയിൽ വെച്ച ആ ഒരു കെട്ടിലും അതുപോലെ കണ്ണിൻ്റെ പുരികമൊക്കെ ഒന്ന് നല്ല വൈറ്റ് ആക്കി എടുക്കാം. ഇനി ബെൽറ്റാണ്. അപ്പോൾ ബെൽറ്റിന് നമ്മൾ ബ്ലാക്ക് പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം അത്രയും ഭാഗം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ചുണ്ടും ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി വർക്കിലേക്ക് പോവാം. ഇനി മീശയാണ് ഒട്ടിക്കുന്നത്. മീശ ഞാനൊരു കോട്ടൻ്റെ പീസ് കട്ട് ചെയ്തിട്ടാണ് ഒരു മീശ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി തൊപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് പേപ്പറാണ്, റെഡ് കളറുള്ള ചാർട്ട് പേപ്പർ. ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അടുത്ത സംഭവം എന്ന് വെച്ചാൽ താടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോട്ടൺ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഗം അപ്ലൈ ചെയ്യുന്നു. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അവിടെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു. സിമ്പിളാണ് സംഭവം. ഇവിടെയും കൂടെ ഒട്ടിച്ച് താടിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ആ വൈറ്റ്, അതായത് കോട്ടിൻ്റെ എഡ്ജിൽ, അതുപോലെ തന്നെ കോളറിൻ്റെ സൈഡിൽ, തൊപ്പിയുടെ എഡ്ജിൽ അവിടെയൊക്കെ ചെറുതായിട്ട് നൈസായിട്ട് ഒരു ലെയർ കോട്ടൺ കൊടുക്കുന്നുണ്ട്. ആ ഒരു സാൻഡയുടെ ആ ഒരു പഞ്ഞിക്കുപ്പായത്തിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പുരികമൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മോൾഡായിരുന്നോട്ടെ. അതിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ട് കേട്ടോ കോട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വശത്തൊക്കെ തൊപ്പിയുടെ മുകളിലും കൂടെ നമ്മൾ ഒരു കോട്ടൻ്റെ ബോൾ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇനി കണ്ണാണ് പ്രധാനപ്പെട്ട സാധനമാണ് കണ്ണ്. അതിന് ഞാൻ ഇൻസുലേഷൻ ടേപ്പ് അവിടെ ഒട്ടിച്ചിട്ട് അതിന് 2 പീസ് വെട്ടിയെടുത്തതാണ്. ഒരു കണ്ണ് റെഡിയായി. ഇനി അടുത്ത കണ്ണും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അയവ സെറ്റ്. അപ്പോൾ ഇനി കൈയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. 2 കൈ അവിടെ ചെറിയ 2 ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 2 ഹോളിലേക്ക് നമ്മൾ ഈ 2 സ്ക്രൂ വെച്ച് കൊടുക്കുക.
ഇപ്പോൾ കൈയും കൂടെ സെറ്റായി. ഇനി 2 സൈഡിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു കമ്പിയിലേക്ക് 2 റീഫില്ലറിൻ്റെ പീസും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ വർക്കിംഗ് കണ്ടീഷനായി. നമുക്ക് നോക്കാം സാധനം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ കൈ ഇങ്ങോട്ട് കവർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കൈക്കും ഇതുപോലെ തന്നെ കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ സെറ്റാണ്. ഇനി നോക്കിക്കോളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടിപൊളിയല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇനി ഒരു ജിങ്കിൾ ബെല്ലിൻ്റെ ഒരു പാട്ടും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ സാൻഡ പൊളിക്കും. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ്. ഞാനിവിടെ സാൻഡയുടെ സ്വിച്ചിനെ ഓൺ ചെയ്യാൻ പോവാണ്.